ദിനംപ്രതിയുള്ള നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമ്മൾ എത്ര ബലഹീനരാണ് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ ദൈവാശ്രയത്തിൻ്റെ അനിവാര്യതയെപ്പറ്റി മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. ഇസ്രയേലിൻ്റെ രാജാവായിരുന്ന ദാവീദിനും ഇത്തരം അനേക അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ശൗൽ ദാവീദിനെ ഇല്ലാതെയാക്കുവാൻ പിന്തുടരുന്ന സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചതിനെപ്പറ്റിയാണ് 18-ാം സങ്കീർത്തനത്തിൽ താൻ വിവരിക്കുന്നത്. എന്നാൽ നമ്മിൽ ചിലരെ പോലെ ദാവീദ് ശക്തനായി അഭിനയിക്കാതെ, തൻ്റെ ബലഹീനതകളെ, ഭയത്തെ ഒന്നും മറച്ചുവെക്കാതെ താൻ അംഗീകരിക്കുന്നു. നമ്മുടെ നിസ്സഹായതയും ഭയവും അത് മനസ്സിലാക്കി അംഗീകരിച്ചാൽ മാത്രമാണ് മറ്റുള്ളവരിൽ നിന്നും സഹായം തേടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭയത്തെയും നിസ്സഹായതയുമൊക്കെ അതിജീവിക്കുവാൻ നമുക്കും കഴിയുന്നത്. ഇവിടെ ദാവീദിന് തൻ്റെ ജീവിത കഷ്ടതയിൽ ഭയവും വൈഷമ്യവും ഗ്രസിപ്പിച്ചിരിക്കുന്നു. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കണികളും എന്നെ പിന്തുടർന്നു പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, തൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ആ വാക്കുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മരണപാശങ്ങൾ, അഗാധ പ്രവാഹങ്ങൾ, പാതാള പാശങ്ങൾ, മരണത്തിൻ്റെ കെണി, തൻ്റെ കഷ്ടതയിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. ഇവിടെയൊക്കെയും ദാവീദ് സ്വയം ശക്തനാണ് എന്ന് നടിക്കാതെ താൻ കഷ്ടത്തിലാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് സഹായത്തിനായി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ദുർഘട സമയങ്ങളിൽ ദൈവത്തെ തേടുന്നത് ഒരു ബലഹീനതയായി കണക്കിടാതെ അത് ശക്തിയും പ്രത്യാശയുമായി കാണണം. കാരണം പ്രതികൂല സാഹചര്യങ്ങളിൽ ദാവീദിന്റെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണവും താൻ ദൈവത്തിൽ ഭരമേൽപ്പിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഭാരങ്ങൾ തിരുമുമ്പിൽ സമർപ്പിച്ച് ദൈവത്തെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവത്തിൽ നിന്നും ഉള്ള വിടുതൽ അത് സുനിശ്ചിതമാണ് എന്ന് ദാവീദിനറിയാമായിരുന്നു. ദാവീദ് പറഞ്ഞത്, എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. ഇത് ശത്രുവിൻ്റെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്നാണ്. എപ്പോഴാണോ നാം ബലഹീനമായി, നിസ്സഹായമായി, കഷ്ടത്തിൽ ഒന്ന് നിൽക്കുവാൻ പോലും കഴിയാതെ ബലം ചോർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ, അപ്പോഴാണ് ശത്രുവിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. വീഴാൻ സാധ്യതയുള്ള അവസരങ്ങളിൽ മനുഷ്യൻ നമ്മെ തള്ളിയിടുവാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവം നമ്മെ തൻ്റെ കൈകളാൽ താങ്ങുന്നത്. ദാവീദ് പറയുന്നു, ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്തൊരു പ്രത്യാശയാണിത്! ഒരു പടക്കൂട്ടത്തിൻ്റെ നേരെ ഒരു മനുഷ്യനും. ദാവീദ് പടക്കൂട്ടത്തെ ഭയപ്പെട്ട് ഓടുകയല്ല, മറിച്ച് താൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞ് ചെല്ലുകയാണ്. സ്വന്തം കഴിവിലല്ല, ദൈവത്തിൽ ആശ്രയിച്ചാണ് അങ്ങനെ ചെല്ലുന്നത്. പിന്നീട് താൻ പറയുന്നു, താൻ മതിൽ ചാടിക്കടക്കുമെന്ന്. തന്നെ തടയുവാനോ പരാജയപ്പെടുത്തുവാനോ മറ്റൊന്നിനും കഴിയില്ല എന്ന് താൻ ദൈവത്തിൽ ഉറയ്ക്കുകയാണ്. ഈ മാസം 18-ാം സങ്കീർത്തനങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ നമുക്കും ദൈവമഹത്വം തിരിച്ചറിഞ്ഞ് പ്രതിസന്ധികളെ അതിജീവിച്ച് മുൻപോട്ടു പോകുവാൻ ഇടയായിത്തീരട്ടെ. ദാവീദ് പറയുകയാണ്, ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്, തൻ്റെ ശക്തിയാൽ നിങ്ങളുടെ വഴികളെ അവൻ കുറവ് തീർത്തു തരുന്നു. പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല. കാരണം എത്ര വലിയ തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ സഹായം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതിന് ഈ 4 കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയാത്ത ഒരു വെല്ലുവിളിയും ഉണ്ടാകുകയില്ല. ഏതു നേരത്തും ഏത് സാഹചര്യത്തിലും ഭൂമിയുടെ ഏതറ്റത്തു നിന്നുമുള്ള നിങ്ങളുടെ നിലവിളികൾ, അപേക്ഷകൾ ദൈവം കേൾക്കുന്നു. ജീവിത വിജയത്തിൻ്റെ രഹസ്യമെന്നത് എപ്പോഴും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക എന്നതാണ്. ഗോഡ് ബ്ലസ് യു.